ഫെബ്രുവരി 1 മുതൽ കറൻസി നോട്ടുകളെല്ലാം നിരോധിക്കും. ഇനി ഡിജിറ്റൽ കറൻസി മാത്രമെന്ന് റിസർവ് ബാങ്ക്. ജനുവരി 24 എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും ഫ്രണ്ട് പേജുകളിലെ വാർത്തയായിരുന്നു കറൻസി ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയവിനിമയം നിർത്തലാക്കുന്നു എന്നുള്ളത്. കള്ളപ്പണം തടയുക എന്നുള്ള പ്രധാന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും ഇതോടുകൂടി ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക ശ്രദ്ധയിൽ ഇന്ത്യ ഒന്നാമതെത്തുമെന്നും മറ്റുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഘട്ടം ഘട്ടമായി നോട്ടുകൾ നിരോധിച്ച് ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറ്റും. ആഭ്യന്തര ഇടപാടുകൾ, രാജ്യത്തിനു പുറത്തേക്കും അകത്തേക്കുമുള്ള പണമിടപാടുകൾ നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നുവെന്നും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതിൻ്റെ ഗുണങ്ങളാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. ഫെബ്രുവരി 1 മുതൽ നോട്ട് നിരോധനം നിലവിൽ വരുമെങ്കിലും ഒരു നിശ്ചിത സമയം വരെ ബാങ്ക് വഴി കറൻസിയാക്കി മാറ്റുവാനുള്ള സൗകര്യം നിലവിലുണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. 2025 ഫെബ്രുവരി 15 നോട്ടുകൾ മുഴുവൻ പിൻവലിക്കുന്നതിൻ്റെ തീയതി കഴിയുന്നതോടുകൂടി ചെറുകിട കച്ചവടക്കാർ തുടങ്ങി രാജ്യത്തിൻ്റെ മുഴുവൻ മേഖലയിലും ഡിജിറ്റൽ കറൻസി എന്ന നിയമം നിലവിൽ വരും. ഈ പറഞ്ഞതെല്ലാം 2025 ജനുവരി 24 എല്ലാ ന്യൂസ് പേപ്പറുകളിലും ഫ്രണ്ട് പേജിൽ വന്ന വാർത്തകളാണിതെല്ലാം. നോട്ട് നിരോധനം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾക്കിടയിലേക്ക് 24 വന്ന വാർത്ത കണ്ട് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ഞെട്ടിപ്പോയി. നോട്ടേ വിട, ഇനി ഡിജിറ്റൽ കറൻസി എന്ന പ്രധാന തലക്കെട്ടോടുകൂടി മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പേപ്പറുകളിൽ വന്ന ഹെഡിങ് കണ്ട് ജനങ്ങൾ ഞെട്ടി. മാറ്റത്തിൻ്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി എന്ന സബ് ഹെഡിങ്ങും സഹിതമായിരുന്നു വാർത്ത. ഇനിയൊരു നോട്ട് നിരോധനം താങ്ങാൻ കഴിയില്ലാത്ത മലയാളി സമൂഹം പത്ര ഓഫീസുകളിലേക്കും ടിവികളിലേക്കും തുടരെ വിളിക്കുകയും ചെറുകിട ചായക്കടകളിലും ജംഗ്ഷനുകളിലും നോട്ട് നിരോധനം ചർച്ചയാവുകയും ചെയ്തു. കൊച്ചി ജെ.എൻ.ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിൻ്റെ മാർക്കറ്റിംഗ് ഫീച്ചറിൽ നൽകിയിരുന്നത്. 2050 ന്യൂസ് പേപ്പറുകളുടെ മുൻപേജ് എങ്ങനെയിരിക്കും എന്ന് ഭാവന ചെയ്യുകയായിരുന്നു ഇവിടെ. ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വാർത്ത നൽകിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് സൈബർ ഇടത്തിൽ ഉയർന്നു വന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ നടപടി വേണമെന്ന് ചിലർ ആവശ്യപ്പെട്ടു. ലക്ഷങ്ങൾ മുടക്കിയാണ് പത്രങ്ങളിൽ പരസ്യം നൽകിയിരിക്കുന്നത്. ജനയുഗം, ദീപിക, മംഗളം, മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, വീക്ഷണം, ചന്ദ്രിക, സുപ്രഭാതം, ജന്മഭൂമിയിലും ഈ മാർക്കറ്റിംഗ് ഫീച്ചർ എത്തി. 2050 ജനുവരി 24 എന്ന ഡേറ്റ് ലൈൻ തന്നെ മലയാള മനോരമ പത്രത്തിലെ 1-ാം പേജിന് നൽകി. പക്ഷേ ഇതാരും ശ്രദ്ധിക്കുകയും ചെയ്തില്ല. പലരും വാർത്ത സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും വസ്തുതാ പരിശോധനകൾ നടത്തുകയും ചെയ്തു. വാർത്ത വായിച്ചവർ ഇനി എന്ത് ചെയ്യണമെന്ന് ആശങ്കപ്പെട്ട് ചായക്കടകളിൽ പോലും ഇരുന്ന് ചർച്ച ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. അത്രക്കുമുണ്ടായിരുന്നു 1-ാം പേജിൻ്റെ മാർക്കറ്റിംഗ് ഫീച്ചർ ഇമ്പാക്റ്റ്. നമ്മൾ കാശ് കൊടുത്തു വാങ്ങുന്ന ന്യൂസ് പേപ്പറുകളിൽ നമ്മളെ തന്നെ മണ്ടന്മാരാക്കുന്ന വാർത്തകൾ വന്നാൽ ന്യൂസ് പേപ്പറുകൾ ബഹിഷ്കരിക്കുമെന്ന് സാധാരണക്കാരനായ ജനങ്ങളും അവകാശപ്പെട്ടു.